സംഭവങ്ങൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിലും നടക്കുന്നു എന്നതാണ് അതീവ ദുഃഖകരമായ വസ്തുത. അതുമാത്രമല്ല, അത്തരം വിഷയങ്ങളിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഒരു തരത്തിലും നിലപാടെടുക്കാൻ, അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ ആ സ്ത്രീക്കൊപ്പം നിൽക്കുവാൻ, ആ കുടുംബത്തിനൊപ്പം നിൽക്കുവാൻ നമ്മുടെ ഭരണ സംവിധാനമോ ഇത്തരം പള്ളി കമ്മിറ്റികളോ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത. കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് അനഘ ഹർഷൻ. മറ്റു വാർത്തകൾ നോക്കാം. ആശമാരുടെ ഓണറേറിയം 10,000 രൂപയായി വർദ്ധിപ്പിക്കാൻ ശുപാർശ. വിരമിക്കൽ ആനുകൂല്യം കൂട്ടാനും പ്രശ്നങ്ങൾ പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. അതേസമയം ഓണക്കാലത്ത് ആശമാരെ കൈയൊഴിയുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആശാസമരം ഇന്ന് 200-ാം ദിവസം പിന്നിടുകയാണ്. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, ഈ ആശാസമരം ഇപ്പോൾ 200-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ആശ്വാസം നൽകുന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു, ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ആ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ളൂ. പക്ഷേ ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആ സമരത്തിന് നേരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 200 ദിവസം ആ സമരം പിന്നിടുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തന്നെയല്ലേ? പറയൂ പ്രശാന്ത്. ഗൗതം, കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് ആശാ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശമാരുടെ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. സമരം പിന്നിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അതായത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ആശമാർക്ക് യാതൊരുവിധ നടപടികളോ അല്ലെങ്കിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഉണ്ടായില്ല. എന്നുമാത്രമല്ല, ആശമാരെ അധിക്ഷേപിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. അത് CPM-ന്റെ ഭാഗത്തുനിന്നായാലും ശരി, അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കം ഉള്ളവർ ഈ ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. എന്തായാലും സമരം 200-ാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോഴാണ് 7,000 രൂപ എന്നത് 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം, അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ശുപാർശ വന്നിരിക്കുന്നത്. അതും ആശമാരുടെ സമരം പഠിക്കുവാൻ നിയോഗിച്ച വിദഗ്ധ സമിതി, ആ സമിതിയുടെയാണ് ഈ ശുപാർശയായിട്ട് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം സമരസമിതിയുടെ നേതാവ് S. മിനി കൂടി ചേരുന്നുണ്ട്. ഇങ്ങനൊരു ശുപാർശ നിങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്, ഈ സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉന്നയിച്ച കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശുപാർശയായി വന്നിരിക്കുകയും കൂടി ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡുകൾ വളരെ ന്യായമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ സമിതി. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ സമരം ഇന്ന് 200-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും സമിതിയുടെ കണ്ടെത്തൽ, അത് ഗവൺമെൻറ്, ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളടക്കം ഇതുവരെ മനസ്സിലായിട്ടില്ല കൃത്യമായിട്ട്. അതൊരു വർധനവ് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ന്യായമായൊരു വർധനവ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഗവൺമെൻറ് അത് പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിരമിക്കൽ ആനുകൂല്യം 50,000 രൂപ എന്നത് 1,00,000 രൂപയാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ അറിയുന്നത് 20,000 രൂപ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതിലും വിരമിക്കൽ ആനുകൂല്യത്തിലും ഒരു നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശമാർ അവരുടെ വാർദ്ധക്യകാലത്ത് പിരിഞ്ഞു പോകുമ്പോൾ ന്യായമായൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നുള്ളത് ഒരു അവകാശമാണ്. അത് സംസ്ഥാന സർക്കാർ നൽകേണ്ടതാണ്. പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് 5 ലക്ഷം രൂപ നൽകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ 50,000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വളരെ ന്യായമായൊരു വർധനവ്, ഒരു ന്യായമായ ഒരു വിരമിക്കൽ ആനുകൂല്യം സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആശമാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യത്തെ എല്ലാം പറ്റി സർക്കാരിന് വലിയ അറിവുള്ളതാണ്. പിന്നെ ഒരു വിദഗ്ധ സമിതിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഈ വിദഗ്ധ സമിതി അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് പോലും ഇതുതന്നെയാണ്. ഒരിക്കലും ഒരു വിദഗ്ധ സമിതിയുടെ ആവശ്യമില്ല. ഞങ്ങൾ 53-ാമത്തെ ദിവസം ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, തൊഴിലാളികളുടെ പണിയെടുക്കുന്നവരുടെ കൂലി വർദ്ധിപ്പിക്കാൻ ഒരു വിദഗ്ധ സമിതിയുടെ ആവശ്യമില്ല. പക്ഷേ ആശമാരുടെ മറ്റു വിഷയങ്ങൾ പഠിക്കാൻ നിങ്ങൾ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ കൂലി വർധനവ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പറ്റുള്ളൂ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എന്തായാലും സമരം ഞങ്ങൾ മതിയാക്കാതെ സമരം മുഖത്തന്നെയുണ്ട്, ഇനിയും തുടരും. ന്യായമായ ഒരു വർധന വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകും. ഓണക്കാലമാണ്, ഇനിയിപ്പം ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഘോഷയാത്രയൊക്കെ വരാൻ പോകുകയാണ്. ഇതുവഴിയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ സമരത്തിന് വരുന്ന ഫെബ്രുവരി മാസമാണ്. അന്ന് കുട്ടികളുടെ പരീക്ഷാക്കാലമായിരുന്നു. അത് കഴിഞ്ഞ് നൊയമ്പ് കാലം വന്നു, വിഷുക്കാലം വന്നു. അങ്ങനെ പല കാലങ്ങളും ഞങ്ങൾ ഈ സമരമുഖത്തിരുന്നുകൊണ്ടാണ് ഞങ്ങൾ അനുഭവിച്ചത്. തീർച്ചയായിട്ടും ഓണവും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരുവിൽ തന്നെയായിരിക്കും. ഞങ്ങളുടെ ഓണം ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഓണവും നടക്കുന്നത്. അതുകൊണ്ട് ആളുകളെ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. ഗൗതം, അത് തന്നെയാണ്. 6 മാസത്തോളം പിന്നിടുകയാണ്. അതായത് 200 ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ 200 ദിവസം എത്തുമ്പോഴാണ് സർക്കാരിന് ബോധം വരുന്നത് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ
കാര്യങ്ങളിൽ എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഈ ആശമാർക്കെതിരെ നടന്നത്. അത് CPM ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ സർക്കാരിലെ മന്ത്രിമാരായിക്കോട്ടെ, പല മന്ത്രിമാരും ഇത്തരത്തിൽ സമരവുമായി ബന്ധപ്പെട്ട്, സ്ത്രീപക്ഷ സമരവുമായി ബന്ധപ്പെട്ട് ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ആശാപ്രവർത്തകർ സമരവുമായി വരുമ്പോൾ ആ സമരക്കാരോട് കാണിച്ച സമീപനം, സംസ്ഥാന സർക്കാർ കാണിച്ച സമീപനം, ഇടതുപക്ഷ സർക്കാർ കാണിച്ച സമീപനം ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവരുടെ വ്യക്തിഹത്യ ചെയ്യുന്ന അതായത് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി അങ്ങേയറ്റം വാചാലരാകുന്ന ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിക്കണമെന്ന് പോലും പിടിവാശി പിടിക്കുന്ന ഒരു സർക്കാരാണ് ഈ ആശാസമരത്തെ കണ്ടില്ലെന്നടിക്കുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ, രാജൻ ചെങ്ങാത്ത് അദ്ദേഹം കമന്റ് ബോക്സിൽ പറയുന്നത്, എലക്ഷൻ ഈസ് കമ്മിങ്, സോ ആശാസ് വിൽ ഗെറ്റ് സംതിങ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, ഇനിയിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ പിന്നീട് വളരെ സുപ്രധാനമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനാൽ കണ്ണിൽ പൊടിയിടാൻ ചിലപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്താലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വസ്തുതയാണ്. നമ്മുടെ നാട്ടിലെ ഇടത് വലത് മുന്നണികളുടെ ഒരു രീതിയെ പറ്റിയാണ് ആ പ്രേക്ഷകൻ പരാമർശിക്കുന്നത്. ഒപ്പം നമ്മൾ മുൻപ് പറഞ്ഞ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ധാരാളം പ്രേക്ഷകർ പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മുത്തലാഖ് എന്തൊരു ആചാരമാണ് എന്ന നിലയിലുള്ള ഒരു പ്രതികരണം ജയപ്രകാശൻ എന്നൊരു പ്രേക്ഷകൻ, എന്ത് നല്ല ആചാരമാണ് മുത്തലാഖ് എന്ന് അദ്ദേഹം ഒരു പരിഹാസത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണ്. അതായത് നമ്മുടേതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. അതിലേറ്റവും രസമെന്നത് ഈ മുത്തലാഖ് പല മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു നിയമമാണ്. പല ഇസ്ലാമിക രാജ്യങ്ങളിലും മുത്തലാഖ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ ജനാധിപത്യ രാഷ്ട്രം എന്ന് നാം പറയുന്ന ഭാരതത്തിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇത്രയും കാലം, ഏതാണ്ട് 56 വർഷക്കാലം കോൺഗ്രസും മറ്റു പല പാർട്ടികളും നമ്മുടെ രാജ്യം ഭരിച്ചിട്ടും അവരാരും ഈ